ഇതാണ് നമ്മുടെ ഡൊഡിഗലിലെ ഫിൻടൗൺ റെയിൽവേ. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി യാത്രയ്ക്ക് തുടങ്ങാൻ പോവാ. സൂപ്പർ ആയിരിക്കും, നോക്കാം. ട്രെയിൻ എടുത്ത വഴി ട്രെയിനിൽ നമ്മുടെ അപ്പാപ്പൻ ഈ ട്രെയിനിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. സീറ്റുകൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം ഒരു ബസ്സിൻ്റെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ അതേ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നാടിനെ ഓർത്ത് വളരെ വല്ലാതെ മിസ് ചെയ്തു. ഈ ട്രെയിൻ യാത്ര ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിൻഡോയ്ക്കൂടെയുള്ള കാഴ്ചകളാണ്. അപ്പുറം നിൽക്കുന്ന വലിയ മലകളും വെയിലൊക്കെ ഉണ്ട് പറയുക വേണ്ട, നല്ല പച്ചപ്പാർന്ന് തിളങ്ങി നിൽക്കും. അതിനോട് ചേർന്ന് കിടക്കുന്ന കുറേ പൈൻ മരത്തിൻ്റെ തോട്ടങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. ആ വിൻഡോയിൽ കൂടി നമുക്ക് ഭയങ്കര മനോഹരമായി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം 45 മിനിറ്റ്സാണ് യാത്ര മൊത്തം ഉള്ളത്. 1895 ഫിൻടൗൺ വഴി ഇങ്ങനൊരു റെയിൽപാത അന്ന് യാഥാർത്ഥ്യമായത്. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഈ റെയിൽപാതയൊന്നും ആരും ഉപയോഗിക്കാതായി. അങ്ങനെ റെയിൽപാത തന്നെ നാമാവശേഷമായി. അതിൻ്റെ ഒരു 100 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് പിന്നീട് വീണ്ടും ഈ പാത തുറക്കുന്നത്. ഒരു 3 മൈൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആഴ്ചയിൽ 5 ദിവസം മാത്രമാണ് ഈ വർഷം അത് ഓപ്പൺ ആയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിലുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അഡൾട്ടിന് 8 യൂറോയും പിന്നീട് കുട്ടികൾക്ക് 5 യൂറോയും 2 വയസ്സിൽ താഴെയാണെങ്കിൽ പിന്നെ യാത്ര സൗജന്യവുമാണ്. ഇടയ്ക്കൊരു അമ്മച്ചി വന്ന് ട്രെയിനിൽ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് അത് പഞ്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. നാട്ടിൽ പോകാതിരുന്നതുകൊണ്ടാകാം അകത്ത് കയറിയപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ഫീലിംഗ്, അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ചിരി വരുന്നുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ നോക്കി ടി വിയിൽ പൊക്കിക്കൊണ്ട് വന്നതാ. മടി പിടിച്ച ഉറക്കം